അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം ഷമ്മാസ് അതാ നുസൈബയോട് സംസാരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഷമ്മാസ് അതാ റൂമിലേക്ക് പോകുന്നു. ഇടയ്ക്കിടെ അവൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഉമ്മ ചോദിച്ചു, എന്താ മോനെ, നീ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഹേയ് ഒന്നുമില്ലമ്മ, അത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടാനും പറയാനൊക്കെ ഉണ്ടെങ്കിലേ അതായിക്കോട്ടെ കേട്ടോ. ഉമ്മ സപ്പോർട്ട് ചെയ്യാമെന്നല്ല, എന്തായാലും ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനും എന്തിനൊക്കെ ഉണ്ടെങ്കിലേ. ഉമ്മയുടെ ആ വാക്ക് കേട്ട് ഷമ്മാസ് ശരിക്കും ഒന്ന് ഞെട്ടി. ഉമ്മക്ക് എങ്ങനെ ഇത് മനസ്സിലായി? ഞാൻ ഫോണിലേക്ക് ഇടയ്ക്കിടെ നോക്കുന്നത് അത് അവളുടെ മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് എൻ്റെ ഒരു തോന്നലായിരിക്കും. ഉമ്മ അങ്ങനെ ഒന്നല്ല, ഞാൻ വെറുതെ എനിക്കറിയാം. ഇനിയിപ്പോൾ എന്തായാലും വേറൊന്നും നോക്കാനില്ലല്ലോ, അനക്കുള്ള പെണ്ണെന്നല്ലേ നുസൈബ, അനക്ക് വേണമെങ്കിൽ ശരിക്കും കണ്ട് വിളിച്ച് വർത്താനം പറഞ്ഞൂടെ? ഉമ്മയുടെ മനസ്സിനുള്ളിലെ സന്തോഷം കൊണ്ടായിരിക്കാം ഉമ്മ അങ്ങനെയെല്ലാം പറഞ്ഞത്. അതെ, എങ്ങനെയെങ്കിലും നുസൈബയെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നിക്കാഹ് കഴിച്ച് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉമ്മയുടെ മനസ്സിലുള്ളൂ. ഷമ്മാസിന് ശരിക്കും ചിരി വന്നു. ഈ ഉമ്മയുടെ കാര്യം എന്താ മോനെ, അങ്ങനെ തന്നെയല്ലേ? പിന്നെ സ്നേഹം ഇപ്പോൾ മാത്രം പോരട്ടോ, എന്നും വേണം. വിവാഹം കഴിഞ്ഞാലേ നല്ല രീതിയിൽ പെണ്ണുങ്ങളെ സ്നേഹിക്കണം, എന്നെങ്കിൽ തന്നെ നിൽക്കുള്ളൂ. പിന്നെ അതുമല്ല, ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൊടുക്കണം. അതെനിക്കറിയണമല്ലേ? ഷമ്മാസ് നാണം കൊണ്ട് തല താഴ്ത്തി. ഉമ്മ, എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ആടാ, ഞാനിപ്പോൾ എൻ്റെ ഉമ്മനെ ഓപ്പണായി പറയണതിന് എനിക്കൊരു മടിയില്ല, ഉള്ളത് പറയാലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും. അതല്ല വേറെ വല്ല രീതിയിലൊക്കെ വാശി പിടിച്ചും ദേഷ്യം പിടിച്ചും അങ്ങനെ കഴിയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ സ്ഥിതി കണ്ടിക്കണില്ലേ, ആരാ ഇപ്പോൾ ശരിക്കും നിൽക്കണത്? നവാസും പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെ ഓളെ വാശിയും ദേഷ്യം തീരൂല, ഓൻ ഇടങ്ങാറേക്കണം ഓളെ കൊണ്ട്. അതങ്ങനെ മറ്റോനാണെങ്കിൽ അങ്ങനെ എന്താ അപ്പോൾ ഇനി മോനെ, എൻ്റെ കുട്ടിങ്ങനെ ഒരു മാതൃകയാകണം, എൻ്റെ ഏട്ടന്മാർക്കൊക്കെ മാതൃകയായൊരു ജീവിതം ഇവിടെ കാഴ്ചവെക്കണം. അതാണ് ഉമ്മ വിചാരിക്കണത്. മറ്റോലൊക്കെ ഒന്ന് കണ്ട് ഞെട്ടണം, ഇങ്ങനെയാണ് ദാമ്പത്യ ജീവിതം എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉമ്മ, ഇൻഷാ അല്ലാ. പക്ഷേ എന്താ മോനെ, ഒരു പക്ഷേ ഇല്ല അല്ലേ? അത് ആ നിമിഷം അതാ ഷമ്മാസ് ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ആലോചിക്കുന്നു. പെട്ടെന്ന് ഷമ്മാസിനെ മുഖം വിവരണമായി. ഉമ്മ പറഞ്ഞു, എന്താ മോനെ നീ ആലോചിച്ചത്? ഉമ്മ, അതല്ല, ഞാൻ ചെറിയൊരു കാര്യം. എന്ത് കാര്യം? മോനെ വാ, ഇങ്ങോട്ട് പോര്, പറയാനുള്ളതൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴേ മറ്റുള്ളവർ അവിടെയും ഇവിടെ വന്ന് നോക്കി നിന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടേ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കും. അതുകൊണ്ട് അതിന് നിൽക്കണ്ട, എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരി ഉമ്മയുടെ റൂമിലേക്ക്. അങ്ങനെ അതാ ഷമ്മാസ് ഉമ്മയുടെ റൂമിലേക്ക് പോകുന്നു. ഉമ്മയുടെ ബെഡിൽ അവനിരുന്നു. പറയടാ, എന്താ എനിക്ക് പറയാനുള്ളത്, ഈ പറയും. ഉമ്മ, ഒന്നുമില്ല, ഉസ്താദ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്ത് കാര്യടാ? ഒന്നുമില്ല, എന്തായാലും ഒരു ശ്രദ്ധ വേണം. പിന്നെ സ്വന്തം ആദ്യ വിവാഹം കഴിച്ച ഭാര്യ അവളാണ് ഇക്കയുടെ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും പിന്നീട് അവരെ കാണാൻ ഇടവരുമ്പോഴേ, അതുപോലെ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കണ കാണുമ്പോഴേ എന്തായാലും എന്തെങ്കിലുമൊക്കെ തോന്നിപ്പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ടൈം കുറച്ചൊന്ന് മാറി നിൽക്കണം. നിക്കാഹ് കഴിഞ്ഞ ഉടനെ വേറെ വല്ല ലോഡ്ജിലോ അല്ലെങ്കിൽ വില്ലയിലോ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടെടുക്കുകയും മാറി നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇനി ഫസ്റ്റ് ടൈം തന്നെ അവളെ ഇവിടെ നിന്ന് കണ്ടിട്ട് എന്തായാലും മണവാട്ടിയാകുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും കാണാൻ വരും, ജസ്റ്റ് എന്തായാലും കാണുന്നുള്ള കാര്യം ഉറപ്പ്. പിന്നെ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ അത്ര മറയിൽ ജീവിക്കുക എന്നൊക്കെ വെച്ചാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് വേറെ എവിടെയെങ്കിലും താമസിക്കണം, എന്നിട്ട് ഒന്ന് സെറ്റിൽഡായിട്ട് നിങ്ങൾ രണ്ടാളും തമ്മിലൊന്ന് ലെവലായിട്ട്, അതായത് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളൊന്ന് റെഡി ആയിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവുമായിരിക്കും നല്ലത് എന്ന് ഉസ്താദ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖം വല്ലാതെയായി. ഉമ്മ, നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഉസ്താദ് പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഇനി ഉമ്മയുടെ അഭിപ്രായം എന്താ, അതിനനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നുള്ളൂ. ഉസ്താദ് പറഞ്ഞതൊരു പക്ഷേ നല്ല അഭിപ്രായമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞതായിരിക്കും. കാരണം വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കെട്ടിയ ആദ്യത്തെ പെണ്ണാണിത് എന്ന് പറയുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ, അതില്ലാതാക്കാൻ വേണ്ടിയിട്ട്. മോനെ, ഈ പറഞ്ഞതിലും കാര്യമുണ്ട്.
പക്ഷേ ഉമ്മാക്ക് എന്താ അറിയില്ല, ഈ വീട്ടിലേക്ക് തന്നെ എൻ്റെ പെണ്ണിനെ കൈ പിടിച്ച് കയറ്റാനാണ് ആഗ്രഹമുള്ളത്. അതാണടാ. ഉമ്മ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഒന്നും എൻ്റെ ഉമ്മയുടെ ധൈര്യം എനിക്കുണ്ടെങ്കിൽ പിന്നെന്താ, എനിക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. മോനെ ഒക്കെ ശരി തന്നെയാണ്. മണവാട്ടിയെ കാണാൻ ആളുകൾ കൂടും, എല്ലാവരും കൂടും, എല്ലാവരും മുഖം വന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കും. അങ്ങനെ കല്യാണമാകുമ്പോൾ എന്തൊക്കെ തന്നെയായാലും മണവാട്ടിയെ കാണാൻ എല്ലാവർക്കും നിർബന്ധമായിരിക്കുമല്ലോ. അപ്പം എന്തായാലും ഇതിവിടുത്തെ ആദ്യത്തെ പുതിയണ്ണായി കയറി വന്ന പെണ്ണാണെന്ന് അറിയുമ്പോൾ അതെങ്ങനെയെങ്കിലും ഫൈസലിൻ്റെ ചെവിയിലെത്തും. എടാ ഫൈസലെ, എന്തപ്പോൾ ഇത് കഥ, ഈ കെട്ടി ഒഴിവാക്കിയ പെണ്ണിനുള്ള എൻ്റെ അനിയൻ കെട്ടിക്കണത്? അത് കേൾക്കുമ്പോൾ അവൻ ഞെട്ടും. എന്തൊക്കെ ഉണ്ടാവുമെന്ന് പഠിച്ചോന്നറിയാം. ഉമ്മാക്ക് അത് കേട്ടപ്പോൾ ശരിക്കും ടെൻഷനായിരുന്നു. കാര്യമാണ്, ഉസ്താദ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യുക? പക്ഷേ ഈ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഷമ്മാസിൻ്റെ ആ റൂമിലേക്ക് അവൻ്റെ മണവാട്ടിയായിട്ട് അവൾ ഇവിടെ കഴിയണം, ഈ വീട്ടിൽ കഴിയണം. അതാണ് എൻ്റെ സന്തോഷം. ഉമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഉമ്മ, ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. സത്യമായിട്ട് മോനെ, എനിക്കറിയാം, ഞാനും അറിഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ പഠിച്ച റബ്ബിൻ്റെ ഓരോ കഴിവാണ്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി. കാരണം അവൾ നിരപരാധിയാണ്. അവൾ അവൻ്റെ കൂടെ ജീവിച്ചിട്ടെന്നല്ല 8 മാസം നിന്നിക്കണ്. ആർക്കും വിശ്വാസം ഉണ്ടാവില്ല പറഞ്ഞാൽ. 8 മാസം ഒരു ഭർത്താവിൻ്റെ കൂടെ നിന്നിട്ട് ഓൾ ഒരിക്കൽ പോലും അവൻ്റെ കൂടെ സുഖമായി ഒന്ന് കിടന്നിട്ടില്ല, സമാധാനത്തിലൊന്നും ജീവിച്ചിട്ടില്ല. എന്താ അറിയില്ല, അവൾ ഇഷ്ടമല്ലായിരുന്നു അവനക്ക്. പലതവണ വീട്ടിലേക്ക് പോകാനൊക്കെ പറയും. പാവം ആ പെണ്ണ് പേടിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു. ആ പെണ്ണ് എൻ്റെ അടുക്കൽ എത്രയോ തവണ എൻ്റെ കട്ടിലിന് ചുവട്ടിൽ പായ നിർത്തി കിടന്നിട്ടുണ്ട്. എന്താ അവനവിടെ നാട്ടുമെന്ന് പറയും. പിന്നെ വീട്ടിലേക്ക് നീ വേണമെങ്കിൽ പോയിക്കോ എന്ന്. എന്തൊക്കെയാണ് അനുഭവിച്ചത്? എനിക്ക് വേണ്ടിയിട്ട് അവളെ നിർത്തണ്ട. എന്നോട് പറഞ്ഞ വാക്കാണ്, എനിക്ക് വേണ്ടിയിട്ട് അവളെ നിർത്തണം. എനിക്ക് അവൾ ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലത്തെ ജോലിക്ക് വേണ്ടി നിർത്തിക്കോ, അല്ലാതെ ഫൈസലിൻ്റെ ഭാര്യയായിട്ട് അവളിവിടെ വേണ്ട എന്ന് വരെ മുറിച്ചിട്ട ആളല്ലേ. പഠിച്ചവൻ്റെ പണി തന്നെ ആയിരിക്കും. പഠിച്ചവനെ ആദ്യമൊക്കെ ശിക്ഷ കൊടുത്തിരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമായിരുന്നു. ഇപ്പോഴേ അപ്പക്കപ്പം കൊടുക്കും എന്ന് പറഞ്ഞ് വളരെ ശരി തന്നെയാണ്. ഇത് ഓനെ വല്ലാത്തൊരു സങ്കടം സൃഷ്ടിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഓനൊരു ഖേദമായി മാറും, അത് നോക്കിക്കോ. കാരണം അത്രക്കും കുറച്ച് നല്ല പെണ്ണിനെ കഷ്ടപ്പെടുത്തിയിരിക്കണത് ഞാനായിട്ടാണ്. ആ പെണ്ണിനെ ഇവിടെ ഇങ്ങനെ പാവം അങ്ങനെ വിഷമം ആക്കാതെ അങ്ങനെ നിർത്തി പോകുന്നത്. എന്നാലും ആ പെൺകുട്ടി ആയതുകൊണ്ട് സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിന്നു. അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഓൻ്റെ വീട്ടിൽ തന്നെ വീണ്ടും ആ പെണ്ണ് കയറി വരിക എന്നാലേ പഠിച്ചോ ഒന്ന് കണ്ടിട്ടുണ്ടാവും. അല്ലാതെ മോനെ, ഈ ഒരു വില്ലയിലേക്കും ഒരു വാടക വീട്ടിലും എങ്ങോട്ടും പോകണ്ട. എൻ്റെ കുട്ടിതാ എൻ്റെ ഒപ്പം നയിച്ചുണ്ടാക്കിയ ഈ തറവാടുണ്ട്, ഈ തറവാടിൻ്റെ മുറ്റത്തേക്ക് അവളെ കൊണ്ടുവരണം. അങ്ങനെ അവളെ കൈ പിടിച്ച് ഞാനിങ്ങോട്ട് അകത്തേക്ക് കയറ്റും. ഞാൻ അവളെ ഒരു പ്രാവശ്യം അങ്ങനെ കയറ്റിയതാണ്. ഒരിക്കൽ കൂടി എനിക്ക് അവളങ്ങനെ വീട്ടിലേക്ക് കയറ്റാൻ ആഗ്രഹമുണ്ട്. ഈ കൊണ്ടു മോനെ, ആരെ പേടിക്കണേ? ഒരു കുട്ടി നീ ഇവിടെ പേടിക്കണ്ട. അതെ, അതിനുള്ള വർത്താനം, അതിനുള്ള മറുപടി ഞാനങ്ങോട്ട് പറഞ്ഞോണ്ട്. ഉമ്മ ഒന്നും പറയണ്ടുമ്മ, നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോകാം. ഇനിയൊരു പക്ഷേ ഉമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാശി കൂടും, ദേഷ്യം കൂടും, പിന്നെ അവരൊന്നിനും മടിക്കില്ല. അങ്ങനെയായിരിക്കും. മോനെ, ഈ എന്തിനെ പേടിക്കണേ? ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞോണ്ട്. ഞങ്ങളാരും നിന്നിട്ടുമില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. പഠിച്ചവൻ്റെ പണിയാണ് എൻ്റെ കുട്ടിക്ക് അവളെ കാണാൻ തോന്നാൻ. ഇതുവരെ ഈ ഓളെ കണ്ടിട്ടുമില്ലല്ലോ. അതന്നെ, അതിനൊക്കെ ഒരാൾ വിചാരിച്ചാൽ ഇത് സംഭവങ്ങളൊക്കെ നടക്കും. അല്ലാതെ ആര് തകർക്കാനും എതിർക്കാനും വിചാരിച്ചാലും സംഭവം നടക്കൂല. മോനെ, എൻ്റെ കുട്ടി ധൈര്യമായിട്ട് ഓളെ പോയി കൂട്ടിക്കൊണ്ടിരണം. നമുക്ക് പെട്ടെന്ന് നിക്കാഹാക്കണം പോരെ? ഈ വീട്ടിൽ തന്നെ എൻ്റെ കുട്ടി, ഈ ഉമ്മാൻ്റെ മോനാണെങ്കിൽ, ധൈര്യമുള്ള കുട്ടിയാണെങ്കിൽ എൻ്റെ ചെക്കനെ ആ പെണ്ണിനെയും കൈപിടിച്ചതാ ഈ വീട്ടിലേക്ക് കയറി വരും. ഉമ്മയുടെ വാക്കുകൾ ശരിക്കും ഷമ്മാസിൽ ഒന്നുകൂടി ഊർജം പകർന്നു. അവൻ വീണ്ടും ഫോണിലേക്ക് നോക്കി. ഉമ്മ പറഞ്ഞു, ആ മോനെ പോയിക്കോ, സമയിക്കണ്. ഉമ്മ അത് അല്ല ഉമ്മ, അല്ല മോനെ പറയാനുള്ള ഈ പറഞ്ഞോ. ഇനിയിപ്പോൾ എന്താ, ഒന്നുമില്ലല്ലോ. നിങ്ങളെന്തായാലും വിവാഹം ഉറപ്പിച്ച ആൾക്കാരുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളി, പറഞ്ഞ് തീർത്തോളി. പിന്നെ വന്നതിൻ്റെ ശേഷം കണ്ണ കൊണ്ടാന്ന് പറയാൻ പറ്റില്ല. ആദ്യം തന്നെ പറയാനുള്ളതൊക്കെ പറയാം, ഒക്കെ സെറ്റാക്കുക.
സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൾ. ഈ ഇങ്ങനെയൊക്കെയാണ് സംഭവം, എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കതിനെ വെറുക്കാൻ കഴിയണില്ല. അപ്പോൾ നമ്മളെന്തായാലും എൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടപ്രകാരം വിവാഹം നടത്തുകയാണ്. ഈ വീട്ടിലേക്ക് തന്നെ നിന്നെ ഞാൻ കൈ പിടിച്ച് കയറ്റിക്കൊണ്ടുവരും എന്ന് നീ അവളോട് പറഞ്ഞിട്ട് അവൾക്ക് സമ്മതം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അതല്ല ഞാൻ വീട്ടിലേക്കില്ല, എനിക്ക് പേടിയാന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മോൻ്റെ ഇഷ്ടപ്രകാരം ഒരു വില്ല എടുത്തിട്ട് അവൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേക്കോ. അതിന് എനിക്കൊരു സമ്മതക്കേടുമില്ല. എൻ്റെ ഇഷ്ടങ്ങളാണ് ഇനി ഉമ്മ നോക്കുന്നത്. എൻ്റെ ഇഷ്ടം കുറച്ച് നടക്കട്ടെ. കുറേ കാലം എൻ്റെ ഇഷ്ടത്തിന് നീ ഇരുന്നില്ലേ, ഇനി എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഈയിടെയായിട്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ എൻ്റെ നുസൈബ ഇതാ ഈ വീട്ടിലേക്ക് വീണ്ടും ഒരു മണവാട്ടിയായിട്ട് കയറി വരുന്നുണ്ട് എന്നുള്ള സന്തോഷം കൊണ്ട്. മോനെ പോയി കിടന്നോ. അങ്ങനെ അതാ ഷമ്മാസ് റൂമിലേക്ക് പോകുന്നു. അവനവൻ്റെ വാതിൽ മെല്ലെ ചാരി ഫോൺ എടുത്ത് നേരെ നോക്കിയത് ഹിജാബിയുടെ വാട്സപ്പ് പേജാണ്. ഓൺലൈനിലുണ്ട്. പഠിച്ചോനെ എന്തൊക്കെയാണാവോ. ഷമ്മാസ് അതാ ഹായ് വിടുന്നു. ഹായ് വീണ്ടും ഇങ്ങോട്ടും. ഹിജാബി ഉറങ്ങിയോ? ഹേയ് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആഹാ, പിന്നെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? മഴയൊക്കെ ഉണ്ടല്ലേ? നല്ല മഴയും തണുപ്പൊക്കെ. മഴ ഉണ്ട്, തണുപ്പ് അത്രയൊന്നുമില്ല. തണുപ്പില്ലേ? ഇവിടെ ഞാൻ AC ഇട്ടിട്ടാണാവോ, ഭയങ്കര തണുപ്പുണ്ട്. മഴയത്തും AC ഇടുന്ന ശീലം എനിക്കുണ്ടേ. പനിയൊക്കെ പിടിക്കുമ്പോൾ ഉമ്മ പറയും നീ അതും ഇതും കൂടി ഇട്ടിട്ടാണ്. അങ്ങനെ എനിക്ക് തണുത്താൽ തികയൂല എന്നൊക്കെ ഉമ്മ എന്നെ പറഞ്ഞിങ്ങനെ ചീത്തറിയും. ഉമ്മ അങ്ങനെ കുറച്ചൊക്കെ പറയണം, എന്നെങ്കിൽ തന്നെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉമ്മ പറഞ്ഞതൊക്കെ അനുസരിക്കുള്ളൂ. പിന്നെ ഹിജാബി, പിന്നെ എന്തൊക്കെയാണ്, സുഖമല്ലേ നിനക്ക്? എന്തപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വല്ലാതെ തണുത്ത് വിറക്കുന്നുണ്ട് തോന്നുന്നല്ലേ? എന്നാൽ പിന്നെ AC അങ്ങ് ഓഫ് ചെയ്തൂടെ? അല്ല, ഞാൻ ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നേ. ആ ഒരു സമയത്ത് ഉമ്മ എന്നോട് പറഞ്ഞ്, ഞാൻ ഫോണിലേക്ക് നോക്കിയപ്പോഴേ മോനെ സമയമായിക്കണം പോയിക്കോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഉമ്മ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മ എന്ന് വെച്ചാൽ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നു തന്നെയാണ്. അല്ലാതെ ഉമ്മാക്കൊന്നും അറിയാതെ പൊട്ടത്തൊന്നുമല്ലല്ലോ. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് തന്നെ അവർ ഈ പ്രായത്തിലെത്തിയതേ. അപ്പോൾ ഈ പ്രായത്തിലുള്ള ആളുകളുടെ കളിയൊക്കെ കുറച്ചൊക്കെ ഉമ്മാക്ക് അറിയായിരിക്കും. ഹിജാബി, റിസൾട്ട് അറിയാനായോ? നെക്സ്റ്റ് ആഴ്ച എന്നൊക്കെ പറയുന്നുണ്ട്. പഠിച്ച റബ്ബേ, എന്താടേ നിനക്ക് പേടിയുണ്ടോ? പേടിയല്ല, എന്നാലും ഞാനിപ്പോൾ അഥവാ തോറ്റുപോയാലും തന്നെ നിങ്ങളൊക്കെ എന്നെ കളിയാക്കില്ലേ, എൻട്രൻസ് എക്സാമൊക്കെ എഴുതി തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കളിയാക്കും, ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അതെ, ഞാൻ തോൽക്കൊന്നുമില്ല കേട്ടോ. ആര് പറഞ്ഞ് നോക്കാലോ. തോൽക്കൂല, പക്ഷേ റാങ്ക് അത് ചിലപ്പം താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നീ പഠിക്കലൊക്കെ വളരെ കുറവായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞതല്ല ഷിഫ പറഞ്ഞിരുന്നു നീ പുസ്തകമൊന്നും എടുത്ത് നോക്കാറില്ല, ഒന്നും നോക്കാറില്ല, നിനക്കാകെ ടെൻഷനാണ്. ഒന്നാമത് ആദ്യത്തെ നിൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളോർത്തുള്ള ടെൻഷന്, പിന്നെ വേറെ എന്തൊക്കെ പല പല ടെൻഷന്, പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങൾ, അതായത് എല്ലാം കൂടി ആയിട്ട് നീ വളരെ ബാക്കിലായി പോകുന്നൊക്കെ ഷിഫ പറഞ്ഞന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്നെക്കുറിച്ച് നല്ല സങ്കടമാണ്. അവൾ എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതാണടി യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. അതെ ഷമ്മാസ്, ശരിക്കും എൻ്റെ യഥാർത്ഥ സുഹൃത്ത് അവൾ മാത്രമാണ്, എൻ്റെ ഷിഫ. അവൾ പഠിക്കുന്നില്ലെങ്കിലും അവൾ എന്നെ പഠിപ്പിക്കാനാണ് കൂടുതൽ അവൾക്ക് ഉഷാറ്. അവൾ പറയുന്നത് എന്താണെന്നോ? അതെ, നീ ഡോക്ടറായി ഇറങ്ങുമ്പോഴേ നിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള നേഴ്സായിട്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുന്നത്, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. എന്നാൽ പിന്നെ ഹിജാബി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തായാലും നമ്മളെ വിവാഹമൊക്കെ സെറ്റായി തുടങ്ങി, നിക്കാഹാണ്. അപ്പോൾ അതിലേക്ക് ഷിഫൻ്റെ കല്യാണം കൂടി നമുക്കാണ് സെറ്റാക്കിയാലോ? ഷമ്മാസ്, നീ എന്താ പറയുന്നത്? ഷിഫക്കോ? അവളതിനൊന്നും സമ്മതിക്കില്ല. അവൾ പറയുന്നത് എനിക്കിപ്പോഴൊന്നും കല്യാണമേ വേണ്ട എന്നാണ്. പിന്നെ എന്തിനാ അവൾ നിന്നെ അങ്ങ് നിർബന്ധിക്കുന്നത്? ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം അങ്ങനെയല്ലായിരുന്നോ? ഒന്നാമത്തെ ജീവിതം അങ്ങനെയായിപ്പോയി, ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ജീവിതം പോലല്ലേ എനിക്ക് വിവാഹ ജീവിതം. അതുകൊണ്ടായിരിക്കുമല്ലേ. എന്നാൽ ഷിഫക്ക് നമുക്ക് പറ്റിയൊരു ചെക്കനെ കണ്ടുപിടിക്കണം, വേണ്ടേ? എന്താപ്പോ ഇങ്ങനെയൊക്കെ ഷിഫയോട് കൂടുതൽ സ്നേഹം അല്ലേ? അവൾ നമുക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ചെക്കനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇൻഷാ അല്ലാ വേണം. അങ്ങനെ സന്തോഷമായിരുന്നു, നമ്മളിങ്ങനെ ഹാപ്പിയായി
ദാമ്പത്യ ജീവിതം നയിക്കുമ്പോഴേ അവൾ ഒറ്റപ്പെടേണ്ട ഒരവസ്ഥ അത് പറ്റില്ല. അവൾക്കും നല്ലൊരു ചെക്കനെ വേണമല്ലോ. എടി എന്നാലേ ഇന്നലെ ഒരു ടീം ഇവിടെ വന്നിരുന്നു. എന്തിന്? അത് എന്താന്ന് വെച്ചാൽ ഷിഫയും ഉണ്ടായിരുന്നു കൂടെ. അതാരാ നിനക്കറിയോ? അതായത് നിനക്ക് വേണ്ടി കല്യാണം പറഞ്ഞിരുന്നല്ലോ ഒരു വീട്ടിൽ നിന്ന്, ഹുസൈനാജി എന്ന് പറഞ്ഞ. അത് കേട്ടപ്പോൾ നുസൈബ ശരിക്കും ഞെട്ടി. പടച്ച റബ്ബേ, അവൾക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഹേയ് ഹിജാബി, എന്താ ടെൻഷനായത്? അല്ല, എനിക്ക് പേടിയാണത് കേൾക്കുമ്പോൾ. ഹേയ് പേടിക്കണ്ട, അയാൾക്കൊരു സുന്ദരനായ മകനുണ്ട്. അത് കേട്ടപ്പോൾ നുസൈബ ഒന്നുകൂടി ഞെട്ടി. അതെ, എന്നെ കൊണ്ട് വിവാഹം പറഞ്ഞ ആ ചെക്കൻ്റെ കാര്യമാണ്. പേര് അസ്കർ എന്ന്. നുസൈബയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഷമ്മാസ് എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട പെണ്ണേ, അസ്കർ എന്ന് പറഞ്ഞാലേ ഏകദേശം എന്നെപ്പോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ആ അസ്കറിനെയാണ് നമ്മുടെ ഷിഫയ്ക്ക് വേണ്ടി ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളോ? പിന്നെ ഷമ്മാസ് അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്കറിയാം. പിന്നെ ആരാ? മറ്റാരുമില്ലടി, നമ്മുടെ ഉമ്മയാണത് പറഞ്ഞത്. ഉമ്മക്ക് വല്ലാത്തൊരാഗ്രഹം. അപ്പോൾ അവരെങ്ങനെ കണ്ടു? അവരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നു നുസൈബ. സത്യമായിട്ടും? മാഷാ അല്ലാ. ആണോ? ഷിഫയും വന്നോ? ഷിഫയും അവളുടെ ഉമ്മയും അസ്കറും അവൻ്റെ ഉമ്മയും വന്നു. ശരിക്കും പറഞ്ഞപ്പോൾ ഉമ്മ തമാശ രീതിയിൽ പറഞ്ഞതാണ്, മോളെ നിനക്ക് പറ്റിയൊരു ചെക്കനാണ്, നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ എന്നുള്ളത്. അവൾ സമ്മതിച്ചിട്ടൊന്നുമില്ല, എങ്കിലും അവളുടെ ഉമ്മാക്കും ചെറിയൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അവൾക്ക് പറ്റിയൊരാൾ തന്നെയാണ് അവൻ കേട്ടോ. നല്ല ഉഷാർ അടിപൊളി ചെക്കൻ. ഷമ്മാസിനേക്കാളുണ്ടോ? എന്നെക്കാളും ഇരട്ടിയുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇരട്ടി ആയാലും ഇല്ലെങ്കിലും അതൊന്നും എനിക്ക് വിഷയമല്ല. ഷിഫക്ക് നല്ലൊരു ചെക്കനെ കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവളെനിക്ക് അത്രക്കും കട്ട ചങ്കായിരുന്നു. അവളെൻ്റെ ഏറ്റവും ഹൃദയത്തിൽ എന്നെ തട്ടി വിളിച്ച ഒരു ഫ്രണ്ടാണ്. ഒരുപാട് സ്നേഹമുള്ള ആ പെണ്ണിനെ പടച്ച റബ്ബ് ഒരുപാട് സ്നേഹമുള്ള ഭർത്താവിനെ കൊടുക്കട്ടെ. ആമീൻ. പെണ്ണെ, എന്നെക്കാളും സ്നേഹം ഉണ്ടാവോ അസ്കറിനെ? ഷമ്മാസ് ചോദിച്ചു. എന്താ ഷമ്മാസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഷമ്മാസിൻ്റെ സ്നേഹം അത് വേറെ ലെവലാണ്. അത് എന്നോടുള്ള സ്നേഹം സത്യം പറഞ്ഞാൽ ഞാൻ വരെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോയി. പിന്നെ അസ്കറിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അവളോടായിരിക്കുമല്ലോ, അത് എനിക്കുള്ളതല്ലല്ലോ. അവൾക്ക് അങ്ങനെയാണെങ്കിൽ ഹയറാണെങ്കിൽ അത് ലഭിക്കട്ടെ, അത് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. ഷമ്മാസ്, സത്യമായിട്ടും അത് ഷിഫക്ക് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ സന്തോഷമായി. എടീ, അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് അവളെ ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പോൾ നീയും ഷിഫയ്ക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കണം. അതിനു മുമ്പായിട്ട് അവരുടെ വീട്ടുകാരും ഉമ്മക്കൊക്കെ ഓക്കെയാണെന്ന് തോന്നുന്നു, അവനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവളുടെ മനസ്സും കൂടിയും, പക്ഷേ അവൾ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ അത്ര പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ല അവൾ. എന്തായാലും അവളുടെ ഒരു സമ്മതം കൂടി കിട്ടിയാലേ ഇൻഷാ അല്ലാ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടായാലോ. 2 മണവാട്ടിമാരും 2 മണവാളന്മാരും ഒരുമിച്ചൊരു കല്യാണം എങ്ങനെയുണ്ടാകും? അത് കേട്ട് നുസൈബക്ക് നാണം വന്നു. ഷമ്മാസ്, എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെ തോന്നുകയാണ്. അങ്ങനെയൊന്നും ഇപ്പോൾ പറയല്ലേ. എന്താടി, അങ്ങനെ നല്ല കാര്യമല്ലേ? അതോ നമ്മളുടേത് ആദ്യം കഴിഞ്ഞിട്ട് മാതൃക കാണിച്ചു കൊടുത്തിട്ട് അവരുടേത് അങ്ങനെ മതിയോ? എന്താ നിൻ്റെ അഭിപ്രായം? ഷമ്മാസ്, എനിക്ക് എൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടപ്പിറപ്പായ എൻ്റെ പ്രിയപ്പെട്ട ഷിഫ, അവളും മംഗല്യവതിയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, എനിക്ക് കിട്ടുന്ന സ്നേഹവും സുഖവും അത് അവൾക്കും കിട്ടണം, അത് ഞാൻ ആഗ്രഹിക്കുന്നു. ഷമ്മാസ് വെറുതെ തമാശയിൽ പറഞ്ഞു. ആഹാ, അങ്ങനെയാണെങ്കിൽ അവളെ കൂടി ഞാനങ്ങ് കെട്ടേണ്ടി വരുമോ? ഷമ്മാസ്, വേണ്ടട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ് എൻ്റെ പെണ്ണേ, എനിക്ക് നീ തന്നെ ധാരാളം. അവൾക്ക് നല്ലൊരു മൊഞ്ചനായ ചെക്കനുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ? ആയിക്കോട്ടെ, അവൾക്കും വേണം എന്നെപ്പോലെ നല്ലൊരു ദാമ്പത്യ ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം എനിക്ക് വേണ്ടി അത്രയ്ക്കും ഹെൽപ്പാണ് അവൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒക്കെ റെഡിയാവും, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തടസ്സങ്ങളില്ലാതെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട്. അല്ല, ഇന്നെന്താ ഉറക്കമൊന്നുമില്ലേ? മറ്റത് ഉമ്മ കാണും, ഉമ്മ കേൾക്കും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ഓഫാക്കി പോകാനുള്ള പതിവ്. ഇന്നെന്താ ഉറങ്ങണമൊന്നുമില്ലേ? ഷമ്മാസ്, അത് ഇപ്പോൾ എനിക്ക് ഉറക്കമൊന്നുമില്ല.
സത്യം പറഞ്ഞാൽ ഷമ്മാസിനോട് സംസാരിക്കുമ്പോഴേ നേരം പോകുന്നതേ അറിയുന്നില്ല. സത്യത്തിൽ ഷമ്മാസ് നമ്മൾ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റല്ലേ? അതേടി, തെറ്റാണ്. ഇതൊക്കെ തെറ്റ് തന്നെയാണ് നോക്കുകയാണെങ്കിൽ. ശരിയാണ്, നമുക്ക് വിവാഹം കഴിക്കാനുള്ള ആളുകളൊക്കെ തന്നെയാണ്, ഉറപ്പിച്ചവരാണ്. എങ്കിലും നിക്കാഹ് കഴിഞ്ഞാൽ റാഹത്തോടെ അങ്ങ് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. പടച്ച റബ്ബ് പുറത്തു തരട്ടെ. പിന്നെ ഈ ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വാട്സപ്പിൽ വന്നത്. ഇനി ഇൻഷാ അല്ലാ നമുക്ക് നിക്കാഹ് കഴിഞ്ഞിട്ട് മതി കേട്ടോ. പോരെ? ആ മതി. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നും പോവാറുണ്ട്. പക്ഷേ 2 ദിവസം ആവുമ്പോഴേക്കും വരും, ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനല്ലേ? ഇല്ലടി പെണ്ണെ, ഇനി ഞാൻ വരില്ല. ഇനി എന്നാണ് നിക്കാഹ്, അത് അന്നാണ് ഞാൻ നിന്നെ നേരിട്ട് കാണുന്നതും സംസാരിക്കും ചെയ്യുക. അല്ലാതെ അതിനപ്പുറത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിന് മാത്രം സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. നേരിട്ട് ഒരു ദിവസം മാത്രം കാണുവാൻ വേണ്ടിയിട്ട് ഷിഫയുടെ കൂടെ അതല്ലേ ആദ്യം നമ്മൾ ശരിക്ക് ഒന്ന് സംസാരിച്ചത്. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ആ സമയത്ത് ഷമ്മാസിന് ശരിക്ക് ബോധമില്ലല്ലോ. ഞാനല്ലേ ഷമ്മാസിനെ വിളിച്ചത്. എടി ഇൻഷാ അല്ലാ നമുക്ക് ഒക്കെ നിക്കാഹ് കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. എനിക്ക് നിന്നോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ആ കഥകളൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. നല്ല രസമുള്ള അടിപൊളി കഥകളായിരിക്കും അത്. അതേത് കഥയാണ്? അത് ഹുസ്നുൽ ജമാലിൻ്റെയും ബദ്രുൽ മുനീറിൻ്റെയും കഥയാണോ ഷമ്മാസ്? അതുക്കും മേലെയാണ് ഈ ഒരു കഥ. നല്ല അടിപൊളി സ്റ്റോറി നമുക്ക് പറയാനുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാം അല്ലേ? എന്നാലേ ശരി. പിന്നെ നാളെ ഷോപ്പില്ലേ? അപ്പോൾ ഇനി ഒരുപാട് സമയം ഉറക്കം കളയണ്ട. ഹിജാബി, നിന്നോടിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേ എനിക്ക് ഉറക്കം പോണത് അറിയില്ല സത്യമായിട്ടും. ആ എന്നാൽ ശരി. പിന്നെ നാളെ വൈകും. നിസ്കരിക്കാനൊക്കെ വൈകി കഴിഞ്ഞാലേ ഉമ്മക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. എന്താ മോൻ എന്തേ എപ്പോഴാണ് രാത്രി ഉറങ്ങിയത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ ശരി. അങ്ങനെ അതാ അവർ ഫോൺ ഓഫ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് ഫോൺ കയ്യിൽ നിന്ന് വെച്ചിട്ടില്ലായിരുന്നു. അവളുടെ ആ ലാസ്റ്റ് സീൻ നോക്കിക്കൊണ്ട് അവൻ കിടന്നു. ഉറക്കം വരുന്നേയില്ല. പല ചിന്തകളും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഹിജാബി എൻ്റെ തൊട്ടടുത്ത് എത്തിയ പോലെ. പക്ഷേ അവൾ സ്പർശിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ ഒരു രീതിയിലാണ് എൻ്റെ ചിന്താഗതികൾ ഇപ്പോൾ നിൽക്കുന്നത്. അതെ, തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഞാനൊന്ന് കൈ നീട്ടിയാൽ അവൾ എൻ്റെ കൈ പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേരും. തൊട്ടടുത്തെത്തിയിട്ടും എൻ്റെ കയ്യിൽ കിട്ടാത്ത ഒരവസ്ഥ അതാണിപ്പോഴുള്ളത്. അവൻ ശരിക്കും ഹിജാബിയെക്കുറിച്ച് ഓർത്തു. പഠിച്ചോനെ, എത്ര സുന്ദരിയാണ് അവൾ. അവളെ അന്ന് ഞാൻ ആ ഹിജാബ് പൊന്തിച്ച് ഒന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ശരിക്കും ഒരു ഹോർലിൻ ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹോർലിനുകൾ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ ഒരു ഭാവന വെച്ച് നോക്കുമ്പോഴേ എൻ്റെ നുസൈബ ഓർലീനാണെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. എന്തറിയുന്നില്ല എൻ്റെ ഹിജാബി. ഇത്രയ്ക്കും സുന്ദരിയായ ഒരു പെണ്ണിനെ എനിക്ക് എങ്ങനെ കിട്ടി എന്നെനിക്കറിയുന്നില്ല. പിറ്റേന്ന് പുലർച്ചെ അതാ ഷമ്മാസ് എഴുന്നേറ്റ് നിസ്കരിച്ച് പള്ളിയിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മയോട് ഫൈസൽ എന്തോ പറയുന്നതായിട്ടാണ് ഷമ്മാസ് അത് കേട്ടുകൊണ്ടാണ് വന്നത്. ഉമ്മ. എന്താടാ? ഞാനറിയാത്ത വല്ലത് ഇവിടെ നടക്കുന്നുണ്ടോ? ഇതുവരെ നടന്നിട്ടില്ല. നിന്നെ അറിയിച്ചിട്ട് തന്നെയാണ് എന്തെങ്കിലും നടക്കുള്ളൂ. എന്താ? അല്ലേ, ഞാനറിയാത്ത പലതും നടക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മോനെ, നിന്നോട് പറയാതൊരു സംഗതി ഇവിടെ നടത്തില്ല. ആദ്യം നിന്നോടൊന്ന് സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അനിയൻ ഷമ്മാസ് നിൻ്റെ ഷോപ്പിലേക്ക് വന്നിരുന്നല്ലോ. അത് നീ അറിഞ്ഞില്ലേ? അത് നീ അറിയാതെയാണോ? അല്ലല്ലോ. അവൻ ഏതൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അവനോട് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോ, അതിനിപ്പോൾ എന്താ? അത് അവനോട് ഞാൻ പറഞ്ഞു. അതിനെന്തത്ര തെറ്റുള്ള കാര്യമാണോ? സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ സമ്മതം ഇല്ലാതെ കയറ്റി കൊണ്ടുവരുന്നവരും ഈ വീട്ടിലുണ്ടല്ലോ. അതിന് കുഴപ്പമില്ല. ഇത് പാവം ആ ചെക്കൻ എന്നോട് ചോദിച്ചു. പിന്നെ നിൻ്റെ അമ്മാവന്മാരോട്, ഉമ്മയുടെ അനിയത്തിമാരോട് എല്ലാവരോടും ചോദിച്ചു. പിന്നെ പോരാത്തതിന് നിന്നോട് ചോദിച്ചു. ഒക്കെ ചോദിക്കാനുള്ളവരോടൊക്കെ ചോദിച്ച് സമ്മതം എടുത്തിട്ടുണ്ട്. സംഭവം എന്തൊക്കെ തന്നെയായാലും. അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. അല്ലേ, ഞാനിവിടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു അനുവാദം ഇല്ലാതെ അതിപ്പോൾ എടാ നിനക്കെന്താ?
നീ എന്ത് പറഞ്ഞ അടുത്ത വർഷമേ കല്യാണം കഴിക്കാമെന്നല്ലേ? അതവൻ എന്നോട് പറഞ്ഞു. ആ ഒക്കെ പറഞ്ഞു അല്ലേ? ആ അതെ പറഞ്ഞു. ഇനി നീട്ടിയിടുന്നത് ശരിയല്ല. നമ്മളെ ഒന്ന് വിചാരിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നടത്തുക എന്നുള്ള. ഓൻ എന്താ നിക്കാഹ് കഴിക്കാൻ പ്രായമായിട്ടില്ലേ? 10-20 വയസ്സായ വരെ ചെക്കന്മാർ പെണ്ണിട്ടണ്. ഓൻ 24-ാമത്തെ വയസ്സാണിത്. ഇനി എന്താ ഇനി അവിടേക്ക് കാത്തിക്കണത്? ഉമ്മയും ഫൈസലും സംസാരിക്കുന്നത് എല്ലാം അതാ ഫസീല മാറി എന്ന് കേൾക്കുന്നു. നല്ലോണം രണ്ടാളും തമ്മിൽ തിരക്ക് കൂടണം. നടക്കരുത് ഒരു കല്യാണം ഇവിടെ. അതാണ് വേണ്ടത്. ഫൈസൽ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ അകത്തേക്ക് കയറിപ്പോകുന്നു, മുകളിലത്തെ റൂമിലേക്ക്. പിന്നാലെ ഫസീലയും. ഫൈസൽ, നിൻ്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് കേട്ടോ. എന്താ? അതല്ലേ, നീ ഇവിടുത്തെ ഒരാളാണല്ലോ. ഒന്നുമില്ലെങ്കിൽ വലിയ ജ്യേഷ്ഠന് എനിക്ക് നവാസ് ഖാൻ്റെ സ്ഥാനം എനിക്കുണ്ടല്ലോ ഇവിടെ. അതിൻ്റെ ഷമ്മാസിന് ജ്യേഷ്ഠനല്ലേ? പിന്നെ ഈയൊന്നും പറയണ വക വെക്കാതെ ഈ വീട്ടിൽ എന്തെങ്കിലും നടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കായേ. ഒന്നുമില്ലെങ്കിൽ ഇപ്പം ഇല്ലാത്തതാണ്. ഇപ്പം എല്ലാത്തിനും പകരം ജ്യേഷ്ഠന്മാരനാണ് എല്ലാത്തിനും മുൻകൈ എടുക്കേണ്ടത്. ഇത് ജ്യേഷ്ഠന്മാരെ സമ്മതമില്ലാതെ ഇങ്ങനെ നിക്കാഹൊക്കെ കഴിച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അതെത്ര മോശമാണ്. ഒന്നുമില്ലെങ്കിൽ ഫൈസലിന് ഉമ്മാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഇമ്മ അറിവില്ലായ്മ കൊണ്ട് ചെയ്യായിരിക്കും. പിന്നെ അവന് ഷമ്മാസ്, അവനും പിന്നെ പ്രായം അതിനത്രല്ല ആയി വരുന്നുള്ളൂ. ഒന്ന് ഫൈസൽ പറഞ്ഞാൽ ഓലത് പിന്നീട് ആക്കിക്കോളൂ. എന്തിപ്പോൾ എത്ര ധൃതി? അതിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ നിക്കാഹ് കഴിച്ച് ആരെ കൊണ്ടുവന്നാലും എന്തൊക്കെ തന്നെ ആയാലും നമ്മളെ സ്ഥാനക്കാണ്ട് പോകും. പിന്നെ ഓല് വലിയ കട്ട ചങ്കാവും. എമ്മയും മരുവോളും ഓല് വലിയ ഇതാവും, പണിക്കാരത്തിയാളാവും, എല്ലാം ഓല് അങ്ങോട്ട് ഇതാവും. പിന്നെ നമ്മളെ കറിവേപ്പില പോലെ ആയിരിക്കും, ഒന്നിനും കൊള്ളാത്തവർ. അതുകൊണ്ട് ഫൈസൽ ഒന്ന് കാര്യത്തിൽ ഉമ്മാനോട് ഷമ്മാസിനോട് പറയും, ഇപ്പം അത് പറ്റൂല, അടുത്ത വർഷമൊക്കെ നടക്കാന്നുള്ളത്. എന്താ പത്ര ധൃതി ഓൽക്ക് ഇതന്നെ വേണമെന്നോ? ഏതാന്നാവും പെണ്ണ്? എനിക്ക് ഓലെ പറച്ചിലേക്ക് കേട്ടിട്ട് നല്ല പരിചയമുള്ളൊരു പെണ്ണിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഓരൊരു കാട്ടിക്കൂട്ടിലേക്ക് കണ്ടിട്ട്. പക്ഷെ ഒന്നും ഒരു വ്യക്തമായിട്ടില്ല. എന്താന്നാവോ ഓരോ പ്ലാനിങ് ഒക്കെ. എന്നാലും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഇവിടെ നടക്കും, നമ്മളെ ഇഷ്ടമൊന്നും ഇവിടെ നടക്കൂല. അങ്ങനെയാണ്. ഷാനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഫൈസലിനത് കേൾക്കലും ഉണ്ടല്ലോ. ഈ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു, പക്ഷെ അത് നടക്കൂല, ഇവരെ ഇഷ്ടം പോലെ ഇവർക്ക് എന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു തിരക്കാരാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. പലവട്ടം ഇറങ്ങി പോകണമെന്ന് തോന്നും, പക്ഷെ വേണ്ട വിചാരിച്ച മക്കളെ വിചാരിച്ച് നിൽക്കുകയാണ്. അല്ലാതെ ഞാനിവിടെ നിൽക്കൊന്നുമില്ലായിരുന്നു. അത് കേട്ടുകൊണ്ടാണ് നവാസ് അങ്ങോട്ട് വന്നത്. എന്താടേ? അപ്പോൾ നീ പോയെന്നല്ലോ ഇവിടുന്ന്? പോയതേ സ്പീഡിൽ ഇങ്ങോട്ടും വന്നല്ലോ. എന്താ ഇനിയും പോകാൻ തോന്നുന്നുണ്ടോ? നിന്നെ ആരും പിടിച്ചു വെക്കണില്ലല്ലോ. നിനക്ക് പോകാം വരാം, നിൻ്റെ ഇഷ്ടം പോലെയാണ് അതൊക്കെ അല്ലേ. പക്ഷേ നീ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരും. അതാണ് ഞാൻ നിന്നോട് പോകാൻ വേണ്ടി പറയാത്തത്. നിനക്ക് പോയിക്കൂടെ? ഒരിക്കലും നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ മക്കളെ ഓർത്തുകൊണ്ടാണ്. അതും നീ കരുതണ്ട. കാരണം എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ് വലുത്. പക്ഷെ നിൻ്റെ സ്വഭാവം എന്നാണ് നന്നായിരുന്നത് ആ ദിവസം എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം നിനക്ക് കിട്ടും. അതല്ല നീ ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പിനും ഷെയ്ത്താൻ്റെ ഒരു പണിക്കും നിന്നാലേ പിന്നെ ഇന്നെ കിട്ടൂലട്ടോ. അത് കേട്ട് ഫൈസൽ, ഇക്ക എന്താണ് ഇത്തയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ വലിയ മാന്യതയുടെ ആൾക്കാരാണല്ലോ, ഒരു പെണ്ണിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അത് കേട്ട് നവാസിന് ശരിക്കും ചിരി വന്നു. എടാ ഫൈസലേ, എൻ്റെ പെണ്ണുങ്ങളുണ്ട് കേട്ടോ ഇവിടെ, ഒന്ന് മിണ്ടാതും പറയാതൊക്കെ നിൽക്കണേ. ഓളോട് ചോദിക്കാലോ എങ്ങനെയാണ് എൻ്റെ സ്വഭാവം എന്നുള്ളത്. ഇക്ക എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട. ഞാൻ എൻ്റെ ഇഷ്ടം പോലൊക്കെ ജീവിക്കും. അതെ, ഞാൻ ചിലപ്പോൾ പെണ്ണ് കെട്ടിക്കൊണ്ടുവരാൻ ഒഴിവാക്കും, അതൊക്കെ ചെയ്യും. പിന്നെ അതിൽ ചോദ്യം ചെയ്യാൻ ആരും ആയിട്ടില്ല. എനിക്കത് ഇഷ്ടമില്ല. അത് എൻ്റെ ഇഷ്ടം പോലെയാണ്. ഞാൻ ആദ്യം നുസൈബ് എന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു. അവൾ എൻ്റെ കൂടെ ജീവിച്ചു. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അവളെ അങ്ങ് ഒഴിവാക്കി. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലാത്തത് ഞാനങ്ങ് പറിച്ചു കളയും. അത് കേട്ടപ്പോൾ നവാസിൻ്റെ മനസ്സിലേക്ക് ഒരു സന്തോഷം വന്നു. ആഹാ, പറിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ അവള്. പറിച്ചു കളഞ്ഞ പെണ്ണുതാ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും ഫൈസൽ അറിഞ്ഞിട്ടില്ല. അറിയണ്ട, അവിടെ നിൽക്കട്ടെ. എന്താ നാവിറങ്ങിപ്പോയോ? ഫസീലയുടെ ആ സംസാരം. എടി വല്ലാതെ ഞെളിയല്ലേട്ടോ. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതേ സ്പോട്ടിൽ ഇവിടെ തിരിച്ചു എത്തിയിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ ഞാൻ ഏകദേശം അറിഞ്ഞു. നിൻ്റെ ഉമ്മ എല്ലാം എന്നെ വിളിച്ച് പറഞ്ഞു. അതായത് നിനക്കൊരു സുഖമില്ലായിരുന്നു അവിടെ നിൽക്കാൻ, ആങ്ങളുടെ വീട്ടിൽ നിന്നായാലും അവിടെ നിന്നായാലും അങ്ങനെ നീ കഷ്ടപ്പെട്ട് പോകുന്നതാണെന്നൊക്കെ.
അത് കേട്ടപ്പോൾ ഫസീലാക്ക് വല്ലാത്ത ദേഷ്യം കൂടി. ദേ, എൻ്റെ ഭർത്താവൊന്നും ഞാൻ നോക്കില്ല കേട്ടോ, കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ. എന്തിന്? അത് കേട്ട് ഫൈസൽ, എന്താ ഇക്ക ഇങ്ങനെയൊക്കെ? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിന്നൂടെ? ഫൈസലെ, ഈ പറയുന്നത് കേട്ടോ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നെ കണ്ടൂടാ, എപ്പോഴും ആ ഉമ്മാൻ്റെയും ആ ഷമ്മാസിൻ്റെയും ഭാഗത്തെ നിൽക്കുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റാണ്, കുറ്റാണ്. ഞാൻ നല്ലത് ഉപദേശിച്ചു കൊടുത്താൽ എൻ്റെ നേർക്ക് ചാടും. അങ്ങനെ തന്നെയാണ്. ഫസീലയുടെ ആ കരഞ്ഞുകൊണ്ടുള്ള ഫൈസലിനോടുള്ള അഭിനയം കണ്ടപ്പോൾ ശരിക്കും നവാസിന് ചിരി വരികയാണ് ഉണ്ടായത്. എന്താണ് കള്ള അഭിനയം. താഴെ ഷമ്മാസ് ഉമ്മയോട്, ഉമ്മ എന്താ ഇവിടെ പ്രശ്നം? മുകളിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടല്ലോ. ഏട്ടനും ഫൈസലും കൂടിയും ആണല്ലോ. മോനെ, അതെന്തെങ്കിലുമൊക്കെ ആട്ടെ, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ പലതും പറയും. നല്ല രീതിയിൽ നല്ല മനസ്സോടെ നിന്നാൽ എന്നൊന്നും ഇവിടെ നിന്ന് പോകാം, നല്ല റാഹത്തോടു കൂടി. അതല്ല വിലങ്ങടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്നോലെ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവില്ല. ആദ്യം മനസ്സ് നന്നാവണം, എന്നെങ്കിലത്തിനും എല്ലാം നന്നാവുള്ളൂ. മനസ്സ് നല്ലൊന്ന് ക്ലിയർ ആക്കണം. എൻ്റെ മൂത്തച്ഛൻ്റെ മനസ്സിലെ എന്തൊക്കെയോ ദുശ്ചിന്തകളാണ്. ഒരാൾ നന്നാവരുത്, ഒരാൾക്കൊന്നും ഉണ്ടാവരുത്, അങ്ങനത്തെ ഓരോ ചിന്തകളുണ്ട്. അതൊക്കെ ഒന്ന് മാറിയോൾ എന്നാണ് നല്ലൊരു പെണ്ണാകുക. അന്ന് ഈ ഉമ്മ അവളെ നല്ല രീതിയിൽ സ്വീകരിക്കും. അവളുടെ സ്വഭാവം മാറി വന്നാൽ നല്ലൊരു പെണ്ണായി മാറും. പക്ഷേ ഇത് ദിവസം കൂടുന്നതനുസരിച്ച് ഓൾക്കിങ്ങനെ അഹങ്കാരം കുശുമ്പും കൂടിക്കൂടി വരികയാണ്. ഓളിനും മേലെ ഒരാളില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഓൾക്കുള്ളത്. എൻ്റെ മോനൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നമുക്ക് നല്ല റാഹത്തോടു കൂടി നമ്മുടെ നിക്കാഹ് നടത്തണം. അതിനിപ്പോൾ ആരും എതിര് നിന്നാലും ശരി. ഉമ്മ ഷമ്മാസിനോട് നല്ല രീതിയിലാണ് അത് പറഞ്ഞത്. അത് കേട്ടുകൊണ്ടാണ് ഫസീലയും നവാസും താഴേക്ക് ഇറങ്ങി വരുന്നതും. അതെല്ലാം കേട്ട് അതാ ഫസീലയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നുകയാണ്. തൻ്റെ മുമ്പിൽ നടക്കുന്ന ഭർത്താവിനോട് പറയുകയാണ്, നാണമില്ലല്ലോ ആ ഉമ്മാൻ്റെയും അനിയൻ്റെയും പിന്നിൽ താങ്ങി ഇങ്ങനെ നടക്കാനും. അവരുടെ ഇഷ്ടത്തിന് സ്വന്തം ഭാര്യയുടെ വാക്കനുസരിക്കാതെ അവരത് മാത്രം കേട്ടനുസരിച്ച് നടന്നോളി. ഒരു പൊണ്ണൻ. ഫസീലയുടെ ആ ഒരു വാക്ക് കേട്ട് അതാ നവാസ് തിരിഞ്ഞു നിന്ന് അവളുടെ നേർക്ക് ഓങ്ങുകയാണ്. വേണ്ട മോൻ, ഇങ്ങോട്ട് ഇറങ്ങി വന്നയ്യേ. അവളെ സ്വഭാവം മാറിയിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പലരും പലതും പറഞ്ഞു പുലമ്പും. അതിനൊന്നും ഈ കേട്ട് അടിക്കാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ? പെണ്ണുങ്ങളങ്ങനെ അടിക്കാൻ പാടില്ല. അതെ, അവർക്ക് അങ്ങനത്തെ സ്വഭാവം അതങ്ങനെ ശീലമായിപ്പോയി. ഞാൻ മാറ്റാൻ പ്രയാസമാണ്. അതൊക്കെ തേപ്പിലേ നുള്ളി കൊടുക്കണ്ടേനോ? അതൊന്നും ഉള്ളിയില്ല. ഇപ്പം തൻ്റെ തലയിൽ കയറി കുത്തണ്. അനുഭവിച്ചോ? നവാസിനെയാണ് ഉമ്മ ചീത്ത പറഞ്ഞത്. അപ്പോഴും ഫസീലയ്ക്ക് ദേഷ്യം ഇരട്ടിച്ച് കയറുകയാണ്. ദേഷ്യം കൊണ്ട് അവൾ മുകളിലേക്ക് തന്നെ കയറിപ്പോയി അവളുടെ റൂമിൽ വാതിലടച്ച് കുറ്റിയിട്ടു. ഉമ്മ പറഞ്ഞു, മോനെ, ഓളവിടെ കുറ്റിയിട്ടതാന്ന് തോന്നുന്നു. അങ്ങോട്ട് കുറ്റിയിടട്ടമ്മ. എത്ര വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും സഹിക്കുക? എന്തെങ്കിലും കാട്ടിക്കൂട്ടേ. പഠിച്ച റബ്ബേ, ഇനിയിപ്പോൾ അതും കൂടെ വേണ്ടുള്ളൂ. എപ്പോഴും കേൾക്കണ വാക്കാണമ്മ. ഞാൻ വിഷം കുടിക്കും, ഞാൻ തൂങ്ങി മരിക്കും, നിങ്ങളെ പേര് എഴുതിയേക്കും. ഇന്നും നല്ല സൈക്കിൾ തുടങ്ങിയതല്ല, ഒരുപാട് നാളായമ്മ. അതാണ് ഇറങ്ങി വന്നോളൂ. എന്നെക്കൂടെ വയ്യത്. തലേന്നാണ്ട് ഒഴിവായി കിട്ടുകയാണെങ്കിൽ ഇത്ര ഒരു വിഷമമില്ലായിരുന്നു. സഹിച്ച് മടുത്തുമ്മ. നവാസ് ഉമ്മയോട് വേദനയോടെ പറയുന്നത് ഷമ്മാസ് ശരിക്കും കേട്ട് അവൻ സങ്കടപ്പെട്ടു. പാവം ഇക്കാക്ക ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. പടച്ചോനെ, ഇവരൊക്കെ ഇടയ്ക്ക് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹിജാബിയെ കൊണ്ടുവരിക? അവളിവിടെ നിൽക്കാൻ സമ്മതിക്കും റബ്ബേ. ജ്യേഷ്ഠനായാലും മൂത്തച്ഛിയായാലും ഒക്കെ ശത്രുക്കളാണ്. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? സ്വന്തം ജ്യേഷ്ഠൻ ആയിപ്പോയി, ഇനി എന്ത് ചെയ്യാൻ? പിന്നെ മൂത്തച്ഛിയാണെങ്കിൽ അവൾ അങ്ങനെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പടച്ച റബ്ബ് കാക്കട്ടെ. സമാധാനമില്ലാത്ത ആ ഒരു ജീവിതത്തെ ഓർത്ത് ഷമ്മാസ് ദുഃഖിച്ചു.